ഹായ് എല്ലാവർക്കും നമസ്കാരം. BSc അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ്, സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവും. എന്താണ് സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവും? സ്ത്രീ പുരുഷാനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെയും അതിൻ്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നു. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു. അപ്പോൾ സ്ത്രീ പുരുഷാനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെയും അതിൻ്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നു. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു. അടുത്ത പോയിന്റ്, ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷാനുപാതം, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ത്രീ പുരുഷാനുപാതം എന്ന് വെച്ചാൽ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനാണ് സ്ത്രീ പുരുഷാനുപാതം അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് ശിശുലിംഗാനുപാതം, ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശിശുലിംഗാനുപാതം എന്ന് വെച്ചാൽ, 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ എന്ന് കണക്കാക്കുന്നതിനെയാണ് ശിശുലിംഗാനുപാതം അഥവാ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, സ്ത്രീ പുരുഷാനുപാതത്തിന് സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച പ്രവചിക്കുന്നതിനും ജനസംഖ്യയുടെ വലിപ്പം കണക്കാക്കുന്നതിനും സ്ത്രീ പുരുഷാനുപാതം ഉപയോഗിക്കുന്നു. സ്ത്രീ പുരുഷാനുപാതത്തിന് സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച പ്രവചിക്കുന്നതിനും ജനസംഖ്യയുടെ വലിപ്പം കണക്കാക്കുന്നതിനും സ്ത്രീ പുരുഷാനുപാതം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പോയിന്റാണ് ആയുർദൈർഘ്യം. എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുമായിട്ട് പ്രയത്നിക്കുന്നു. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകം ആയുർദൈർഘ്യമാണ്. അടുത്ത പോയിന്റ്, ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ആയുർദൈർഘ്യം എന്താണ്? എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുമായിട്ടാണ് പ്രയത്നിക്കുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകം ആയുർദൈർഘ്യമാണ്. അടുത്ത പോയിന്റാണ്, ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ്, ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. 14567 എന്താണ്? വയോജനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14567. 14567 എന്താണ്? വയോജനങ്ങൾക്കായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അടുത്ത പോയിന്റ്, വയോജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വിവിധ കർമ്മ പരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കേരളത്തിലെ 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചു. അടുത്ത പോയിന്റ്, ജനസംഖ്യ പ്രായഘടന. ജനസംഖ്യ ക്രമീകരണത്തിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് ജനസംഖ്യ പ്രായഘടന. ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന, ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ. ആപേക്ഷികമായിട്ട് വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന, ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ്, പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നു. ജനസംഖ്യ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായിട്ട് വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജനസംഖ്യാ പ്രായഘടന എന്ന് വെച്ചാൽ, പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലെ മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നുണ്ട്. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായിട്ട് വിശേഷിപ്പിക്കുന്നതിനെയാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഒരു പ്രദേശത്തെ ജനനനിരക്കും മരണനിരക്കും ആ പ്രദേശത്തിലെ ജനസംഖ്യാ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ടും ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായി. കൂടാതെ ശിശു മാതൃ മരണനിരക്ക് ഉയർന്നതും
പ്രായഘടനയെ സ്വാധീനിച്ചു. എന്നാൽ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരവും ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടനാനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത, ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാർദ്ധക്യബാധിത ജനത അഥവാ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ, ഒരു പ്രദേശത്തെ ജനന നിരക്കും മരണനിരക്കും ആ പ്രദേശത്തിന്റെ ജനസംഖ്യ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ടും എന്താണ് ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായിരുന്നു. കൂടാതെ ശിശു മാതൃ മരണനിരക്ക് ഉയർന്നതും പ്രായഘടനയെ സ്വാധീനിച്ചു. എന്നാൽ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരവും ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായഘടനാനുപാതം എന്തായി? ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു വന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത അഥവാ ഏജിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ആശ്രിതാനുപാതം. എന്താണ് ആശ്രിതാനുപാതം? 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് സജീവമായ പ്രായഘടന. ഒരു രാജ്യത്തെ അധ്വാനിക്കുന്ന ജനസംഖ്യ 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഒരു രാജ്യത്തെ അധ്വാനിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത്. 15-ന് താഴെയും 64-ന് മുകളിലും പ്രായഘടനയിലുള്ളവർ ആശ്രിത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആശ്രിത വിഭാഗം? 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് രാജ്യത്തെ അധ്വാനിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത്. അതിന് 15-ന് താഴെയും 64-ന് മുകളിലും പ്രായഘടനയിലുള്ളവർ ആശ്രിത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ ആശ്രിതാനുപാതം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ആശ്രിതാനുപാതം എന്ന് വെച്ചാൽ, ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ ആശ്രിതാനുപാതം എന്ന് പറയുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ആശ്രിതാനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധിവരെ സ്വാധീനിക്കും. ആശ്രിതാനുപാതം മനസ്സിലാക്കുന്നതിലൂടെ സർക്കാരുകൾക്ക് ആരോഗ്യ സംവിധാനം, വിദ്യാഭ്യാസ മേഖല എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് വിലയിരുത്താനും അതോടൊപ്പം പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാനും കഴിയുന്നു. ക്ഷേമവും കരുതലും ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാനും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കാനും ആശ്രിതാനുപാതം സഹായിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ആശ്രിതാനുപാതം ഉയരുമ്പോൾ വയോജനതയുടെ എണ്ണവും വർദ്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അടുത്ത പോയിന്റാണ് തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത. 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവർ തൊഴിലിൽ ഏർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യതയുണ്ടാകുന്നു. ആശ്രിതാനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാകുന്നു. ഇതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ജോലിയെടുക്കുന്നവർ ക്രമേണ ജോലിയെടുക്കാൻ പ്രാപ്തിയല്ലാത്തവരായി മാറുന്നതിനാൽ ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ എന്താണ് ആശ്രിതാനുപാതം ഉയരുമ്പോൾ വയോജനതയുടെ എണ്ണവും വർദ്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത, അതായത് 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവർ തൊഴിലിൽ ഏർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കേണ്ട ബാധ്യതയുണ്ടാകുന്നു. ആശ്രിതാനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നു. ഇതിനെന്താണ് ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ജോലിയെടുക്കുന്നവർ ക്രമേണ ജോലിയെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരായി മാറുന്നതിനാൽ ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല. അടുത്ത പോയിന്റാണ് ജനസംഖ്യാ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ. രാജ്യത്തിന്റെ സാമൂഹിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവ ശേഷി ലഭിക്കുന്നു. അടുത്ത പോയിന്റാണ് കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 2006 തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ജനസംഖ്യ യുവത്വമുള്ളതാണ്, അതായത് ഇവിടെ ഭൂരിപക്ഷം യുവജനതകളാണ്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മനുഷ്യവിഭവശേഷിയുടെ പങ്ക് നിർണായകമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ ജനസംഖ്യാ നയം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള ആലോചനകൾ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ട് വെച്ച ആദ്യ വികസ്വര രാജ്യമായിട്ട് ഇന്ത്യ മാറുകയുണ്ടായി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം
സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ട് വെച്ച ആദ്യ വികസ്വര രാജ്യമായിട്ട് ഇന്ത്യ മാറി. 1976 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം എന്നാണ് 1976 നിലവിൽ വന്നത്. അടുത്ത പോയിന്റ്, അതിനുശേഷം ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ദീർഘകാല നേട്ടങ്ങളെ ആസ്പദമാക്കിയ പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 നിലവിൽ വന്ന ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നു. 2045 സുസ്ഥിര സാമ്പത്തിക വളർച്ച, സാമൂഹിക പുരോഗതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കപ്പെടണം എന്നതാണ് ദേശീയ ജനസംഖ്യാ നയം 2000 ദീർഘകാല ലക്ഷ്യം. അടുത്ത പോയിന്റ് നോക്കാം. ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം കൈവരിക്കാൻ രാജ്യത്തിന്റെ മനുഷ്യവിഭവശേഷിക്ക് സാധിക്കും. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപയുക്തമാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്താണ് സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകളും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരവും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം കൈവരിക്കാൻ രാജ്യത്തിൻ്റെ മനുഷ്യവിഭവശേഷിക്ക് സാധിക്കും. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ എന്താണ് സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.